ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വിശുദ്ധ പകൽക്കാലം കൂടി ദൈവം നമ്മുടെ ജീവദാനമായ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ഈ വചനധ്യാനം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ ദൈവമക്കൾക്കും മാന്യ പ്രേക്ഷകർക്കെല്ലാം ദൈവനാമത്തിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്നത്തെ പകൽക്കാലം നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ആമേൻ. ഒരു പാട്ടിൻ്റെ 2 ചരണം പാടിക്കൊണ്ട് വചനം വായിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, സ്തോത്രം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമാതാ നിൻമൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമാതാ നിൻമൊഴികൾ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്നത്തെ പ്രഭാത സമയത്ത് കർത്താവ് ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു മാനിക്കും. എടുക്കുന്ന വചനം തൻ്റെ ജനത്തിന് അനുഗ്രഹമായി തീരും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവജനമേ, നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് 2 വാക്യം കൂടി വായിച്ചിട്ട് ഹല്ലേലൂയ അതിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി പ്രാർത്ഥിക്കുക. ആമേൻ. 1 പത്രോസ് 1:20 ഇങ്ങനെ കാണുവാൻ കഴിയും: കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവിക വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 23:29 പറയുന്നു: എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. പ്രിയ ഹല്ലേലൂയ, എന്നെ ശ്രവിക്കുന്ന മാന്യ പ്രേക്ഷകരെ എല്ലാവർക്കും ദൈവനാമം ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിൽ വന്ദനം ചെയ്തുകൊണ്ട് വചനത്തിലെ പ്രവേശിച്ച് കർത്താവിൻ്റെ വചനം എന്താണ് പറയുന്നത്? വചനം ജീവനാണ്, ചൈതന്യമാണ്. ഹല്ലേലൂയ. അത് ഇരുവായ്ത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് നമ്മുടെ സന്ധി മജ്ജകളെ തുളച്ചു ചെല്ലുന്നതാണ്. ഹല്ലേലൂയ. ആ വചനം എന്ന് പറയുന്നത് ജീവിക്കുന്ന വചനമാണ്. ആ വചനം ദൈവമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1:1 പറയുന്നു: ആമേൻ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെ ഇരുന്ന് അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു. അത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തു ആരാണ്? ദൈവിക വചനമാണ്. ഹല്ലേലൂയ. ആ വചനം നമ്മൾ പറയുമ്പോൾ അത് ക്രിയ ചെയ്യും. കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം എന്താണ്? അത് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. ആത്മാവിനെയും സന്ധി മജ്ജകളെ വേർപിടിവിക്കും വരെ ആ വചനം തുറന്നു ചെല്ലുക, അത് തുളച്ചു ചെല്ലുന്നതാണ്. നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെല്ലാം ആ വചനം നിയന്ത്രിക്കും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഇന്ന് ഹല്ലേലൂയ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ആമേൻ, നമ്മുടെ ഈ വചനം കേൾക്കുന്നതിൻ്റെ ഉള്ളിൽ ആ ദൈവിക വചനം ഇന്ന് ആഴ്ന്നിറങ്ങട്ടെ. ഏത് അവസ്ഥയിലും ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ ശക്തി, ആ ദൈവിക വചനത്തിൻ്റെ ശക്തി ആമേൻ ഇന്ന് അവരുടെ അവസ്ഥകളും ഇറങ്ങട്ടെ. ഹല്ലേലൂയ, സ്തോത്ര. കർത്താവ് തന്നെ ഓരോ വചനം വെച്ച് കർത്താവ് 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് വന്നപ്പോൾ ആമേൻ പരീക്ഷകൻ, അതായത് സാത്താൻ യേശുവിനെ പരീക്ഷിച്ചു. എന്തെന്നറിയാമോ? കല്ല് കാണിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഈ കല്ലിനെ അപ്പമാക്കുവാൻ കഴിയുമോ എന്ന്. ദൈവം എന്താണ് അവിടെ മറുപടി കൊടുത്തത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വാഴുന്ന വചനത്താൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ പ്രിയ ദൈവജനമേ, ഈ വചനം ശ്രവിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു കൊള്ളുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം സകല മണ്ഡലങ്ങളിലും ചെല്ലുന്ന വചനമാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞ്. ആ വചനം നമ്മെ തന്നെ നിയന്ത്രിക്കും. ഹല്ലേലൂയ. അത് ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി കർത്താവിൻ്റെ വചനം എന്ന് ഇടപെടും. ഹല്ലേലൂയ, സ്തോത്ര. അതുപോലെ കെടുന്ന ബീജത്താലല്ല, അതായത് കർത്താവിനെ കുറിച്ച് പറയാം. യേശുക്രിസ്തുവിൻ്റെ ജനനം എങ്ങനെ? പരിശുദ്ധാത്മാവിലാണ് ആമേ മറിയ ഗർഭിണിയായത്. പരിശുദ്ധാത്മാവിൽ കുഞ്ഞ് വളർന്നു വന്ന് മനുഷ്യനായി ജനിച്ചതിൽ ഹല്ലേലൂയ ഈ ഭൂമിയിൽ പിറന്നതിൽ പൊക്കിൾക്കൊടി മാതാവും കുഞ്ഞുമായിട്ടുള്ള പൊക്കിൾക്കൊടി ബന്ധമില്ല വളർന്ന ഒരേ ഒരു പൈതലാണ് ആമേ യേശു കർത്താവ് ആ സമയത്ത്. ഹല്ലേലൂയ. അങ്ങനെ അതായത് പരിശുദ്ധാത്മാവിൽ ഹോളി സ്പിരിറ്റിനാൽ വളർന്നു വന്ന കുഞ്ഞാണ്. ഹല്ലേലൂയ. ആ ദൈവിക സാന്നിധ്യമാണ് നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നത്.
അതുപോലെ തന്നെ കർത്താവിൻ്റെ വചനം എന്ന പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ, അതായത് ഏത് അവസ്ഥയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. ആമേൻ, സ്തോത്ര. ആകയാൽ ഈ വചനം നിങ്ങൾ വായിക്കുക, ധ്യാനിക്കുക. ഈ വചനത്തിൽ നിന്നുള്ള വെളിപ്പാട് ദൈവം നിങ്ങളെ സ്പർശിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട് ഓരോരുത്തരും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേട്ടുകൊണ്ടിരിക്കുന്നവരെ, രോഗികളായിരിക്കുന്നവർ യേശുവിൻ്റെ രക്തത്താൽ ഒരു സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താലും വചനത്താലും കർത്താവെ, ഹല്ലേലൂയ, ക്യാൻസർ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ആമേ, കിഡ്നി ക്രോണിക് പേഷ്യൻസ് പ്രോബ്ലങ്ങൾ ഇപ്പോൾ തന്നെ ആ രോഗികൾ സൗഖ്യമാകട്ടെ. BP സൗഖ്യമാകട്ടെ. കൊളസ്ട്രോളുകൾ സൗഖ്യമാകട്ടെ. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ. കിടക്കയിലായിരിക്കുന്ന ആമേൻ അസ്ഥികൾക്ക് ബലമില്ലാതെ, നട്ടലിന് സ്പൈനൽ കോഡിനെല്ലാം ആമേ പ്രശ്നമായി എഴുന്നേൽക്കാൻ കിടക്കുന്ന രോഗികൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനം ചെന്നവരെ സൗഖ്യമാക്കുവാനും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല രോഗത്തെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകരത്തിൽ ഏൽപ്പിക്കുന്നു. മഹത്വത്തിൻ്റെ സാന്നിധ്യം ഓരോ മക്കളെ സ്പർശിക്കും. കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചു മാനിക്കണമേ. അവർ കടന്നു പോകുന്ന വാഹനങ്ങൾ കയറിയിറങ്ങുന്നവർ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. ആമേൻ, ഹല്ലേലൂയ. മാതാപിതാക്കളെ അനുഗ്രഹം, കുടുംബജീവിതങ്ങൾ അനുഗ്രഹമാകട്ടെ. ശിഥിലപ്പെട്ടിരുന്ന കുടുംബ ജീവിതങ്ങൾ ഒരുമിക്കട്ടെ കർത്താവെ. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ഹല്ലേലൂയ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന സഹോദരി ഉപജീവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കടഭാരത്തിൽ കഴിയുന്നവരെ സ്വർഗ്ഗം അതിൽ നിന്ന് വിടുവിക്കുമാറ് വലിയൊരു ഫിനാൻഷ്യൽ ഡെലിവറൻസ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, ബാങ്ക് ലോണുകൾ ജപ്തിയിലായിരിക്കുന്ന സ്വർഗ്ഗം അവർക്ക് വഴിപാട് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ മേഖലയിൽ ഈ മക്കൾ ഭാരപ്പെടുന്നു അവിടെ എല്ലാം കർത്താവിൻ്റെ വചനം ചെന്നവരെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് കൂടെ ഇരുന്ന് അനുഗ്രഹിച്ചു മാനിക്കും. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. നാളെ നമുക്ക് ദൈവനാമത്തിൽ രാവിലെ കാലം ഒരുമിച്ച് കൂടാം. കർത്താവ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. വചനം കേൾക്കുക, അത് വീണ്ടും ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ എല്ലാവരും ആമേൻ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആമേൻ. ദൈവനാമത്തിൽ എല്ലാവരും അനുഗ്രഹിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.